വിശേഷം ഒന്നുമില്ലേ? എല്ലാവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ആകാശവും ഭൂമിയും കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇവല്ല വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയുള്ളൊരു ചെറിയൊരു സന്ദർഭമായിട്ട് ഞാൻ കണക്കാക്കണുള്ളൂ. ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ആളുകൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ളവരെയൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനത്തിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈയിടെ സാജുബായും ഞാനും പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവിടെ പോകാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അവിടെ ചെന്നപ്പോഴാണ് ഓരോരുത്തരുടെ നിസ്സഹായാവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് സഹായിക്കട്ടെ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അല്ല, ഒരിക്കലും ഞാൻ അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു, ഇട്ടോളൂ, ഞങ്ങൾ എന്ത് സഹായം കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും. പാവപ്പെട്ട നിർദ്ധനരായ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഇടുന്നതാണ് ഈ വീഡിയോ, അല്ലാതെ വേറെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണം. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലാണ്. മൂന്നാർ ആനച്ചാൽ അടുത്തുള്ള ചെങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലിറ്റിൽ ഫ്ലവർ മേഴ്സി ഹോം എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ താമസിക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മളെന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കുമോ അല്ല വാങ്ങിക്കാതിരിക്കുമോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട, അവർ വാങ്ങിക്കും. അത്രയും ആളുകളുണ്ട് അവിടെ. ഓരോ ദിവസവും എത്രയോ രൂപയാണ് അവിടെ ചിലവ്. അപ്പോൾ നിങ്ങളെ കഴിയുന്ന സഹായം നിങ്ങളെല്ലാവരും, ഞാൻ ഫോൺ നമ്പർ വെക്കാം, ഫോൺ നമ്പർ വിളിച്ച് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അരിയായിട്ടോ പൈസ ആയിട്ടോ പച്ചക്കറി ആയിട്ടോ എന്തായാലും നിങ്ങളവിടെ സന്ദർശിക്കണം. ഇതിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോരാ. വാ. യുവതാര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമുകളെല്ലാം. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സിനിമാ നടൻ നമ്മുടെ ഷാജി നവോദയായും അവരുടെ ടീമാങ്ങളും കൂട്ടുകാരും എല്ലാം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ ആക്ടർ നമ്മളുടെ അടുത്ത് വരുന്നതും കാണാനൊക്കുന്നതല്ല. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയുകയും നമുക്കെല്ലാവരുടെ ചേർന്ന് ഇന്ന് നമ്മുടെ അതിൻ്റെ എല്ലാം പിന്നിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളാണ് നമ്മുടെ ഷംനാസ്, പിന്നെ നമ്മുടെ ഈ കൂട്ടുകാരൊക്കെ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ എക്സ്പെൻസാണ് ഇന്ന് ഈ ഭക്ഷണത്തിനും മറ്റു പ്രോഗ്രാമിൻ്റെ എല്ലാം ചിലവുകൾ. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് കണ്ണടച്ച് കൈ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ മക്കളോടൊത്തായിരിക്കുവാൻ ഇന്നത്തെ പ്രോഗ്രാമിന് കടന്നു വരുന്ന ബഹുമാനപ്പെട്ട MLA-യും കർത്താവ് ടീമാംഗങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ് സാജു നവോദയായും അവരുടെ ടീമാംഗങ്ങളെ എല്ലാവരെയും ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇവരെ നിറയ്ക്കണമേ. എല്ലാവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കഴിക്കാൻ തുടങ്ങാൻ പോണല്ലേ? ഷാജി സാറല്ലേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, ടി വി തുറക്കുമ്പോൾ കാണാറില്ല. കണ്ടിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? സുഖമാണല്ലേ? ഇവിടെ വന്നപ്പോ നിങ്ങളെ കാണാൻ വേണ്ടി വന്നോ? നാലാൾ മരണം പറയണ്ടല്ലോ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഒന്നുമില്ലേ? എന്തെങ്കിലും വിശേഷം വേണ്ടേ? എന്നാ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി നോക്കാം. ഞാൻ എറണാകുളം. എറണാകുളം. ഞാനും വൈഫും. ഇല്ല, കുട്ടിയില്ല. വൈഫിന് കുട്ടി ഞാൻ, എനിക്ക് കുട്ടി വൈഫ്.
വളരെ കുറവാണ്. അത് എന്നെക്കൊണ്ട് ഞങ്ങൾ പരിഹരിച്ച് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നു. കാരണം എല്ലാവരും ഒത്തിരി പേര് വരാനുള്ളവരാണ്. നമസ്കാരം. എന്നിട്ട് വിശേഷം? എവിടെ വീട്? എവിടെ? എൻ്റെ വീടാണ് വെച്ചാൽ താങ്ക് യു. ഓക്കെ. ആ അടിപൊളി അടിപൊളി അടിപൊളി. ഭർത്താവിന്റെ പാട്ടായതുകൊണ്ട് കൈയിരിക്കാൻ പാടില്ല. സിനിമ പാട്ടാണ് അപ്പൊ കൈയിരിച്ചു. ഇവിടെ തിരിച്ചെടുത്തു. സ്വന്തമായിട്ട് തന്നാ നമ്മള് വൈകുന്നേരം അവിടെ വരാത്തവർക്ക് ഇവിടെ വന്ന് ഞാൻ പാട്ട് പാടി തരും. അങ്ങോട്ട് വരാത്തവർ ഇവിടെ വരും. ആ വരൂ കേട്ടാ. എൻ്റെ വീടാണ് സാർ. എൻ്റെ വീട്ടിലെ എൻ്റെ 3 പിള്ളേരുണ്ട്. അവരൊക്കെ ജോലിയാണ്. വരും ഇപ്പം വരാൻ പറ്റില്ല. ജോലി ഒരാൾ പുറത്തോട്ട്. നിന്റെ കൂടെ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരുണ്ടല്ലേ? ഞാൻ ചിക്കൻ കഴിക്കാത്തവരുണ്ട്. ആ വന്നല്ല. കുറച്ച് മതി കുറച്ച്. ആ കുറച്ചുകൂടി. ആണല്ലേ? ആ അപ്പൊ അത് വേറെ ആൾക്ക് കൊടുക്കും. അറിയോ എന്നെ? മൊത്തം കളഞ്ഞല്ല. മാസാണ് ചാരി. അത് തന്നെ. എല്ലാവരും പഠിക്കല്ലേ? ഒരു സ്കൂളിലല്ലേ എല്ലാവരും? 2 സ്കൂളിലായിട്ടല്ലേ? 10th ഉള്ളവരൊക്കെ? 10th മേലെയുള്ളതാ? ആ ഓക്കെ ഓക്കെ അടിപൊളി. കോളേജിലാകുമ്പോ എവിടെയാണ്? ഫാഷൻ ഡിസൈനിങ്. ആ ഓക്കെ. വെള്ളത്തൂരും ചിത്രപൂരമായിട്ട് 2 ഇവിടുന്ന് ബസ്സിൽ തന്നെ പോകും. നമുക്ക് സ്കൂൾ ബസ് ഉണ്ട്. ഓ അപ്പൊ അത് കൊണ്ടുപോയിട്ട് പ്രശ്നമുണ്ടാ? കഴിക്കണ്ടേ? അപ്പൊ തുടങ്ങാം നമുക്ക്. എവിടെ വരിക? വാ. ഹലോ എന്താ പേര്? അടിപൊളി.
ഇത്രയും മതിയാ? ഓക്കെ. നീ കഴിക്കോ? ഓക്കെ. പാരൻസ് ഉള്ളവരുണ്ട്. ആ ആ ആ. പാട്ട് പാടിയതുണ്ടോ? പാട്ട് പാടിയത് ആണല്ലേ? മോളുടെ പേരെന്താ? എത്ര പഠിക്കണം? അമ്മമാരുടെ കഴിഞ്ഞു പിള്ളേരുടെ എല്ലാവർക്കും കാണാം. ഞാൻ പോയിട്ടില്ല. ഞാൻ ഫോക്കസ് കഴിക്കട്ടാ. ഓക്കെ. ഞാൻ പോവാ. നോക്കൂ. ശരി ശരി.